പ്രൈസലോ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അനൗൺസ് ചെയ്തതുപോലെ നമ്മൾ വചന ക്ലാസ്, ബൈബിൾ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. പല ദൈവമക്കളും നമ്മളോട് ചോദിച്ചൊരു വിഷയമാണ്, ബ്രദറെ ബൈബിൾ ക്ലാസ് ആരംഭിക്കുന്നില്ലേ, ഞങ്ങൾക്ക് ആവശ്യമായ ചില വിഷയങ്ങൾ പറഞ്ഞു തരണം. നമ്മുടെ യൂട്യൂബിൽ വീഡിയോസിന് നിരവധിയായി ദേവദാസന്മാർ ബൈബിൾ പഠന ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ദൈവം വചനത്തിലൂടെ എന്നോട് സംസാരിച്ചതും എനിക്ക് മനസ്സിലായതുമായ ചില വിഷയങ്ങൾ ഒരു പഠന ക്ലാസ് പോലെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും സംസാരിക്കുന്ന ക്ലാസ് എടുക്കുന്ന എനിക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ, ശുശ്രൂഷയിൽ വലിയ ബലമായി തീരുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നല്ല സമയം കർത്താവിൻ്റെ വചനം കർത്താവെ പഠിപ്പിക്കുവാൻ, അനേകർക്ക് പഠിക്കുവാൻ ഈ ഒരു വീഡിയോ കാരണമായി തീരുവാൻ സ്വർഗമിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ വചനവുമായി നിൽക്കുമ്പോൾ, ഞങ്ങളുടെ വചനവുമായി കർത്താവെ ഒരു പാഠ്യവിഷയവുമായി കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കുമാറാകണം. അനേകർ രക്ഷയുടെ മാർഗം സ്വീകരിപ്പാൻ ഇതൊക്കെയും ഒരു കാരണമായി തീരുവാൻ, സുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ സ്വർഗം അടിയങ്ങളെയും ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവെ നൽകുന്ന നല്ല അനുഭവങ്ങൾക്കുമായി നന്ദി. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ, അടിയനും പ്രയോജനമായി തീരുവാൻ സ്വർഗം ഇടയാക്കും. പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിങ്ങനെ ആയിരിക്കും ഞാൻ വീഡിയോകൾ സബ്ജക്റ്റ് ബേസിൽ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പാർട്ട് 1-ൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതും പഠിക്കാൻ എടുത്തിരിക്കുന്നതുമായ വിഷയം വിശുദ്ധ വേദപുസ്തകത്തെ പറ്റിയാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനം, എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ വേദപുസ്തകം എന്താണ് എന്ന് നാം ഈ വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15, 16, 17 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നീ പഠിച്ചതും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്തീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. പ്രൈസ് ലോർഡ്. ഒന്നുകൂടി ആ വേദഭാഗം വായിക്കുകയാണ്. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15, 16, 17 വാക്യം ഇങ്ങനെ വായിക്കുന്നു. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്തീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ വചനം നാം വായിക്കുമ്പോൾ ഈ 2 തിമോഥെയോസിന്റെ പുസ്തകം 3-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന വിഷയം എന്താണെന്നറിയാമോ? ഈ കർത്താവിൻ്റെ വചനം എന്താണ്? ദൈവശ്വാസ്തീയമാണ്. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകത്തിന് പലവിധമാകുന്ന പ്രത്യേകതകളുണ്ട്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വെറും ഒരു പുസ്തകം മാത്രമല്ല. ഈ വേദപുസ്തകം എന്ന് പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം ബൈബിൾ എന്ന് പറയുന്നത് വെറും ഒരു പുസ്തകം മാത്രമല്ല. ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഒരു ഗ്രന്ഥം എന്നതിനേക്കാൾ അപ്പുറമായി അനേകം മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവരെ നയിക്കപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവരെ എത്തുവാൻ സഹായിച്ച, അതിനപ്പുറമായി യഥാർത്ഥമായി ദൈവത്തെ തിരിച്ചറിയുവാൻ മനുഷ്യരെ സഹായിച്ച ഒരു ഗ്രന്ഥം കൂടിയാണ്, ഒരു പുസ്തകം കൂടിയാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അനേക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അനേക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകം.
ലോകത്തിൽ ഏറ്റവും അധികമായി വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയം, ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ അത്രയധികം പ്രാധാന്യമുണ്ട് വേദപുസ്തകത്തിന്. വിശുദ്ധ ബൈബിളിന് അത്രയധികം പ്രാധാന്യമുണ്ട്. കുറച്ചുകൂടി ആഴമായി ബൈബിളിനെ പറ്റി പഠിക്കാൻ, ഈ വേദപുസ്തകത്തെ പറ്റി, വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 40ഓളം എഴുത്തുകാർ വിവിധ ഇടങ്ങളിലിരുന്ന്, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഏകദേശം 1500 വർഷത്തോളം എടുത്ത് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഈ വിശുദ്ധ വേദപുസ്തകം. 40ഓളം എഴുത്തുകാർ 1500 വർഷങ്ങളോളം കാത്തിരുന്ന് ദൈർഘ്യമെടുത്ത് എഴുതി തീർത്ത ഒരു പുസ്തകം. നാം തിരിച്ചറിയേണ്ട, നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ 40ഓളം എഴുത്തുകാർ ഒരേ സമയം എഴുതി തീർത്തതല്ല. ഈ 40ഓളം എഴുത്തുകാർ ഒരിടത്തിരുന്ന് എഴുതി തീർത്ത പുസ്തകമല്ല വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. പല ഇടങ്ങളിലിരുന്ന്, പല സാഹചര്യങ്ങളിലിരുന്ന്, ഇവരെല്ലാം ഒരേ ജോലി ചെയ്ത ആളുകളല്ല, പലവിധമാകുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തികൾ. ശുശ്രൂഷകന്മാരുണ്ട്, വൈദ്യന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്. അങ്ങനെ ശ്രേഷ്ഠകന്മാരായ അനേക ദൈവഭക്തന്മാർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗം പ്രാപിച്ച് എഴുതിയതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വിഷയം, ഒന്നിനോട് ഇണങ്ങിയിരിക്കുന്ന പുസ്തകമായി നമുക്ക് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അടുത്തതായി നാം ചിന്തിക്കാൻ പോകുന്നത്, എന്താണ് ഈ ബൈബിളിന്റെ ലക്ഷ്യങ്ങൾ? വിശുദ്ധ വേദപുസ്തകത്തിന്റെ ലക്ഷ്യം എന്താണ്? നാം വായിച്ച 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം അതിനുള്ള ഉത്തരമാണ്, അതിനുള്ള ആൻസറാണ്. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഈ വകയ്ക്ക് പ്രയോജനമുള്ളതാണ് ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസത്തിന്. ഇതിന് നമുക്ക് എന്താണ്? ഈ ബൈബിൾ പ്രയോജനമാണ്. ഈ വിശുദ്ധ വേദപുസ്തകം നമുക്ക് പ്രയോജനം ചെയ്യുന്നു. എന്താണ് ഉപദേശം? മാനുഷികമായി എനിക്ക് നിങ്ങൾക്കൊക്കെ ഒട്ടും ഇഷ്ടമല്ലാത്തത്, ഞാൻ നിങ്ങളൊക്കെ ഏറ്റവും അധികമായി വെറുക്കുന്നതുമായ ഒരു വിഷയമാണ് ഉപദേശം. എങ്ങനെ നടക്കണം, ഏത് വഴി ചലിക്കണം, ഏത് വഴി യാത്ര ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്ന ശബ്ദമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഈ സമയം കേൾക്കുന്ന ദൈവവേദനെ, ഈ കർത്താവിന്റെ വചനം ഞാനും നിങ്ങളും പഠിക്കുകയും ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകം എന്നെ നിങ്ങളെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നമ്മെ പഠിപ്പിക്കുമെന്ന് കർത്താവിന്റെ വചനം നമ്മോട് പറയുകയാണ്. ഏതെങ്കിലും ഇടങ്ങളിൽ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇടങ്ങളിൽ പാത കാണാതെ, വഴി കാണാതെ തകർന്നു പോകാൻ സാധ്യതയുള്ള മേഖലകളിൽ ഈ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ചാൽ, കർത്താവിന്റെ വചനം പറയുകയാണ്, അവൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയെ നിനക്ക് കാണിച്ചു തരും. കർത്താവിന്റെ വചനം പറഞ്ഞു, അവന്റെ വചനം എന്താണ്? നമ്മുടെ പാതയ്ക്ക് വെളിച്ചമാണ്, നമ്മുടെ കാലിന് ദീപമായി മാറും, പ്രകാശമായി മാറും. ഇവിടെ എന്ത് പറയുന്നതാണ്? ഈ വചനം നമ്മെ ഉപദേശിക്കും. ഈ വചനം നമ്മെ ഉപദേശിക്കും. ആഴമായി ഒന്ന് പഠിക്കാൻ, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ഈ വചനം നമ്മോട് ഉപദേശിക്കും. ഏത് വഴി പോകണം, എന്ത് ചെയ്യണം, എന്തു ചെയ്യരുത്. ഹല്ലേലൂയ. അടുത്ത വിഷയം പറയുകയാണ്. അടുത്ത എന്താണ് നമുക്ക് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശാസനം. നമ്മെ ശാസിക്കും.
ഒരു തെറ്റ് ചെയ്താൽ, ഒരു തെറ്റ് കണ്ടാൽ, വചനത്തിന് വിരുദ്ധമായി ദൈവത്തിന് ഹിതമില്ലാത്തൊരു പ്രവൃത്തി കണ്ടാൽ ശാസിക്കും, ചെയ്യരുതെന്ന് പറയും. ഈ മാതാപിതാക്കൾ, അപ്പനമ്മ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അവരെ ആദ്യം ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്, ശാസിക്കും. ചെയ്യരുത്, നീ ചെയ്താൽ നിനക്ക് അടി കൊള്ളും കേട്ടോ, അടി വാങ്ങിക്കും കേട്ടോ. ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശാസിക്കാറില്ലേ? എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? ശാസിക്കും. ചെയ്യരുത്. അപ്പോ ചെയ്യരുതാത്ത വിഷയങ്ങളെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ശാസിക്കുന്നു. ചെയ്യേണ്ടുന്ന വിഷയങ്ങളെ ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ഊർജം തരുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അടുത്ത വിഷയം പറയുകയാണ്, ഗുണീകരണത്തിന് ഉപയോഗിക്കുന്നു, ഗുണീകരണത്തിന് പ്രയോജനപ്പെടുന്നു. എന്താ ഗുണീകരണം? നമ്മുടെ ജീവിതത്തിലെ ഗുണീകരണം ഗുണത്തിന്, ദോഷത്തിന് വേണ്ടിയിട്ടല്ല, ദോഷമായി തീരാനല്ല, നമ്മുടെ ഗുണത്തിനു വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടി ഈ വേദപുസ്തകം, ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ഒരു വലിയ വില തരുന്നുണ്ട്, നമുക്ക് വലിയൊരു മാർഗദർശി കൂടിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കർത്താവിന്റെ വചനം പറയുകയാണ്, ഇത് ഗുണീകരണത്തിനാണ്, നമുക്ക് ഗുണമായി തീരേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന് ഇങ്ങനെയൊക്കെ ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ഇതൊരിക്കലും ഒരു ഒരു മതത്തിന്റെ ഗ്രന്ഥം മാത്രമല്ല, സകല മാനവരാശിയുടെയും ഗുണത്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വേദപുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത്. സകല മാനവരാശിയും ദൈവീകത്വത്തിലേക്ക് കടന്നു വരേണ്ടതിനാണ്, ദൈവശബ്ദം കേൾക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ വേദപുസ്തകം ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ വിഷയം പറയുകയാണ്, നീതിയിലെ അഭ്യാസം. എങ്ങനെയാണ് നീതിയിലെ അഭ്യാസം? നീതിയിലൂടെ വഴി നടക്കണം. ദൈവത്തിന് ഹിതമുള്ളത് നീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവം ഏറ്റവും അധികം മനുഷ്യരെ കൊണ്ട് ആഗ്രഹിക്കുന്നത്, മാനവകുലത്തെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവിക സൃഷ്ടിയായ എന്നെയും നിങ്ങളെയും കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നീതി ചെയ്യുക, നീതിയെ ഇഷ്ടപ്പെടുക. പ്രധാന വചനം പറയുന്നത് അവൻ നീതിയെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ട് അവന്റെ മക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധ വേദപുസ്തകം കയ്യിലേന്തിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? നീതിയെ ഇഷ്ടപ്പെട്ട് നീതിയെ ചെയ്യണം. അപ്പൊ നീതിയിലെ അഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ വേദപുസ്തകം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ വിധത്തിലുള്ള 4 വിഷയങ്ങളാണ്, പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ് ദൈവിക വചനം കൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്, ഇതുകൊണ്ട്, ഈ വചനം കൊണ്ട്, വിശുദ്ധ വേദപുസ്തകം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. എന്തൊക്കെയാണെന്നറിയാമോ? 1 ഉപദേശത്തിന്, 2 ശാസനത്തിന്, 3 ഗുണീകരണത്തിന്, 4 നീതിയിലെ അഭ്യാസത്തിന്. ഇങ്ങനെ 4 വിധ ലക്ഷ്യങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം കൊണ്ട് എനിക്ക് നിങ്ങൾക്കുമായി ഉള്ളത്. ഇനിയും ഈ വേദപുസ്തകം വായിച്ചതുകൊണ്ട്, ഈ കർത്താവിന്റെ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നത് കൊണ്ടുള്ള ഫലം എന്താണ്? നമുക്കുള്ള ഗുണം എന്താണ്? ഏതൊരു മനുഷ്യനും ഏറ്റവും അധികമായി ആഗ്രഹിക്കുകയും ഒരു മനുഷ്യൻ സമയം വേർതിരിക്കുകയും ഒരു വിഷയത്തിന് വേണ്ടി സമയം ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതുകൊണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാകണമല്ലോ, എന്തെങ്കിലും നല്ല ഫലങ്ങളുണ്ടാകണം. അപ്പോൾ ഈ വേദപുസ്തകം വായിക്കുന്നത് കൊണ്ട്, വേദപുസ്തകം പഠിക്കുന്നത് കൊണ്ട്, ഈ വചനം ധ്യാനിക്കുന്നത് കൊണ്ട്, ഈ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടോ? നാം വായിച്ച 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇതിന്റെ ഗുണമെന്നുള്ളത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് സൽഗുണ സമ്പൂർണനാകാൻ വേണ്ടിയിട്ടാണ് ഈ കർത്താവിന്റെ വചനം നമുക്ക് നൽകി തന്നിരിക്കുന്നത്.
സകല നല്ല പ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. ഇതാണ് ഈ വേദപുസ്തകം കൊണ്ട്, തിരുവെഴുത്ത് കൊണ്ട്, കർത്താവിന്റെ ഗ്രന്ഥം കൊണ്ട് കർത്താവ് ഏറ്റവും അധികമായി ഒരു മനുഷ്യനെ ചൊല്ലി ആഗ്രഹിക്കുന്ന വിഷയം. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഈ വിശുദ്ധ വേദപുസ്തകം എടുത്ത, ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്ത പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഇതിനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ വചനം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും നശിച്ചു പോയതായി നാം ഒന്നും കാണുന്നില്ല. ഇതിനെ ഉപയോഗിക്കേണ്ട, ഈ വിശുദ്ധ വേദപുസ്തകത്തെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗിക്കേണ്ടുന്ന നിലവാരത്തിൽ ഉപയോഗിക്കുകയും ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അനുസൃതമായി, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതിന് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് വളരെ വലുതാണ്. ആർക്കും തകർക്കാനോ തടയാനോ കഴിയാത്ത നിലവാരത്തിൽ ആത്മീകത്തിനും ഭൗതികത്തിനും ഒരു വലിയ വളർച്ച പ്രാപിക്കുവാൻ ഈ വിശുദ്ധ ഗ്രന്ഥം അതൊരു കാരണമായി തീരും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ വചനം പറയുകയാണ്, കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നത് കൊണ്ട്, ഈ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളും ആഴമായി ഇറങ്ങി ചിന്തിക്കുകയും തിരയുകയും ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്, എന്ത് ഗുണമാണ്, എന്ത് ഫലമാണ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? വചനം പറയുകയാണ്, എന്താണ്? ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് എന്ത് ചെയ്യണം? തികഞ്ഞവനാകണം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നെയും നിങ്ങളെയും പറ്റി ദൈവത്തിന്റെ ഇഷ്ടവും ഇത് തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വേദപുസ്തകം കയ്യിലെടുത്തിരിക്കുന്ന, ഈ വേദപുസ്തകം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ വേദപുസ്തകം പഠിക്കുന്നതിനനുസരിച്ച്, ആഴമായി ചിന്തിക്കുന്നതിനനുസരിച്ച് സകല സൽപ്രവൃത്തിക്കും ഗുണം ലഭിച്ചവരായി, വക ലഭിച്ചവരായി, സകല സൽഗുണ സമ്പൂർണരായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പൂർത്തീകരണം പ്രാപിച്ചവരായി, ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചവരായി, ഈ വചന മുഖാന്തരം എനിക്ക് നിങ്ങൾക്കും കൃപ ലഭിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ കാരണമായി തീരും. ഈ വചനം ധ്യാനിക്കുന്ന, ഈ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന, ഈ വചനം നന്നായി അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, പ്രതിദിനം, ദിനം പ്രതി എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നവരായി തീരണം. ദൈവത്തിന്റെ വചനം വായിക്കുന്നവരായി തീരണം. ഒരു ദിവസം ഒരധ്യായം എന്ന നിലയിൽ നിങ്ങൾക്ക് വായിക്കാം. അതല്ല, 1-2 അധ്യായങ്ങൾ വായിക്കാൻ കഴിവുള്ളവർ, കപ്പാസിറ്റി ഉള്ളവർ എന്ത് ചെയ്യുക? 1-2 വാക്യങ്ങൾ, വചനങ്ങൾ അല്ലെങ്കിൽ അധ്യായങ്ങൾ വായിക്കുക. വെറുതെ വായിക്കുകയല്ല, വായിക്കുമ്പോൾ രണ്ടാമത്തെ വിഷയം പറയുന്നു, പ്രതിദിനം വായിക്കുക മാത്രമല്ല, ആ വായിച്ച വചനത്തെ ധ്യാനിക്കണം. ആ വായിച്ച വചനത്തെ ധ്യാനിക്കണം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഉണ്ടാകുകയില്ല. നിങ്ങൾ ഒരു വാക്യം വായിച്ചാൽ, അങ്ങനെ ഒരു വചനം നിങ്ങൾ വായിച്ചാൽ, നിങ്ങൾ അതിനെ ധ്യാനിക്കണം. നിങ്ങൾ ധ്യാനിക്കുവാൻ ആ വേദഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കുറച്ചുകൂടി ആഴമായി ആ വചനത്തിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ, ചിന്തിപ്പിക്കുവാൻ ഇഷ്ടപ്പെടും. കുറച്ചുകൂടി ആഴമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുവാൻ കാരണമായി തീരും. അപ്പൊ ഒന്നാമത്തെ വിഷയം എന്ത് ചെയ്യുക? പ്രതിദിനം ഈ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുക? വായിക്കണം. രണ്ടാമത്തെ വിഷയം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിച്ച ആ വേദഭാഗം നിങ്ങൾ ധ്യാനത്തിന് വേണ്ടി, നിങ്ങൾ ധ്യാനിക്കുവാൻ വേണ്ടി ഉപയോഗിക്കണം. ശേഷം മൂന്നാമത്തെ വിഷയം പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രവൃത്തി തലത്തിലേക്ക് എത്തിക്കുവാൻ, അങ്ങനെ ഒന്ന് പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കണം. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആ വായിച്ച വേദഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ, ജീവിതത്തിൽ ഒരു പ്രാവർത്തിക തലത്തിലേക്ക് എത്തിക്കുവാൻ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശീലിക്കണം. അതൊരു ശീലമാക്കണം, ഒരു ഹാബിറ്റാക്കി മാറ്റണം. പലപ്പോഴും നെഗറ്റീവായ പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഹാബിറ്റായി മാറുമ്പോൾ പല ആളുകളും, ഈവൻ പല വ്യക്തി ജീവിതങ്ങളും, ദൈവമക്കളാണ് എന്ന് പറയുന്ന വിശ്വാസികളായിരിക്കുന്ന പല ആളുകളും, കുറ്റപ്പെടുത്തുകയല്ല,
എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഫോണിലേക്ക് നോക്കുന്നു, ഇൻസ്റ്റയിൽ കയറുന്നു, ഫേസ്ബുക്കിൽ കയറുന്നു, യൂട്യൂബിൽ കയറുന്നു. അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വചനം വായിച്ച വചനം ഒന്ന് ധ്യാനിച്ച് ജീവിതത്തിൽ അതെങ്ങനെ പ്രാവർത്തിക തലത്തിൽ എത്തിക്കാം എന്ന് എന്ത് ചെയ്യണം? ചിന്തിച്ചുകൊണ്ട് അതേത് മേഖലയിൽ അപ്ലൈ ചെയ്യാം എന്ന ചിന്തയോടുകൂടി ഒന്ന് എഴുന്നേറ്റാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരും. അന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ദിവസമായിരിക്കും. നാലാമത്തെ വിഷയം പറയുകയാണ്, ഈ വചനം നാം ധ്യാനിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നാം വായിക്കുന്ന ഈ വചനം ജീവിതത്തിലേക്ക് പ്രാവർത്തിക തലത്തിലേക്ക് എത്തിച്ച് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ഒരു സാക്ഷ്യമായി തീരണം, ഒരു സാക്ഷ്യം ഉളവാക്കണം, ഒരു സാക്ഷ്യമായി മാറണം. ഈ 4 വിധ വിഷയങ്ങളെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. ഈ വചനം പഠിക്കാൻ വേണ്ടി, ഈ വചനത്തെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഈ 4 വിധ വിഷയങ്ങളെ ഞാൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. ഒന്നാമത്തെ വിഷയം എന്താണ്? ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ദിനം പ്രതി എന്ത് ചെയ്യണം? ഈ വചനം വായിക്കണം. ഈ വായിച്ച വചനത്തെ, രണ്ടാമത്തെ വിഷയം പറയുന്നത്, ഈ വായിക്കപ്പെട്ട വചനത്തെ, ഞാൻ നിങ്ങൾ വായിക്കുവാൻ എടുത്ത ഈ വചനത്തെ ധ്യാനിക്കണം. ധ്യാനിക്കണം. മൂന്നാമത്തെ വിഷയം പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. വായിക്കപ്പെട്ട ആ വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. നാലാമത്തെ വിഷയം പറയുകയാണ്, ആ വേദഭാഗത്തെ, നാം വായിച്ച ആ വേദഭാഗത്തിലൂടെ ചില സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി ഉളവാക്കി എടുക്കുവാൻ ഞാൻ നിങ്ങളും ആഗ്രഹത്തോടെ ദൈവസ്ഥനിലേക്ക് സമർപ്പിക്കണം. ഈ വായിക്കപ്പെട്ട, ധ്യാനിക്കപ്പെട്ട ഈ വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വേദഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉളവാക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലേക്ക് അടുത്തു ചെല്ലണം. ദൈവമക്കളെ, വേദപുസ്തകം എന്ന് പറയുന്നത്, വചനം എന്ന് പറയുന്നത് ഒരിക്കലും അവിടെയും ഇവിടെയും കിടക്കുന്ന വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച് എഴുതപ്പെട്ടിട്ടുള്ള വെറും ഒരു പുസ്തകമല്ല. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇത് ദൈവ ശ്വാസീയമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്താൽ എഴുതപ്പെട്ട ഒരു പുസ്തകം. മാനവകുലത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി ദൈവം നമുക്ക് വേണ്ടി നൽകത്തന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവവൈതലേ, ഈ പുസ്തകം എടുത്തിറങ്ങിയത് വെറുതെയല്ല, ഈ പുസ്തകം പഠിക്കുന്നത് വെറുതെയല്ല, ഈ ഗ്രന്ഥം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത് വെറുതെയല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശ തരുന്നതാണ്. ഈ പുസ്തകം, ഈ വേദപുസ്തകം, ഈ വേദഗ്രന്ഥം നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മെ പ്രാപ്തമാക്കുന്നു എന്നാണ്. ക്രിസ്തുവിനോട് അടുക്കുവാൻ, ദൈവത്തെ കാണുവാൻ, ആ ദൈവിക തേജസ്സിന് മറയപ്പെടുവാൻ ഈ പുസ്തകം, ഈ ഗ്രന്ഥം ഒരു കാരണമായി തീരും. ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.